ഈ ദുരിതം അനുഭവിക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിലേക്ക് അടുക്കാനുള്ളൊരു സമയമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ സ്കിൻ ഡിസീസ് ആ ഒരു നാഗദോഷത്തിൻ്റെ ഭാഗമായിട്ട് വന്നത് തന്നെയാണ്. ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ വരാൻ സാധിക്കുള്ളൂ. ഫ്യൂച്ചർ ലൈബ്രറി എന്നൊരു വിഭാഗം ഉണ്ടോ? പാസ്റ്റ് ജന്മങ്ങളെക്കുറിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈബ്രറിയാണ്. ഫ്യൂച്ചറും കാണാൻ പറ്റും, പ്രസന്റും കാണാൻ പറ്റും. ബാക്കിലേക്ക് സ്വാഗതം. താങ്ക് യു. നമസ്തേ. നമസ്തേ. എന്താണ് ആകാശിക് റെക്കോർഡ്സ്? ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഈ ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ അറിയുന്ന ഒരു വൺ ഓഫ് ദ ടൂളായിട്ടാണ് മാർക്കറ്റിൽ അറിയപ്പെടുന്നത്. സോ അതിനപ്പുറം വരെ ഒരുപാട് കാര്യങ്ങളുള്ളതാണ് ആകാശിക് റെക്കോർഡ്സ്. അത് ശരിക്കും ഒരു ഡിവൈൻ സോഴ്സാണ്. അത് എല്ലാവർക്കും ചിലപ്പോൾ അതിലേക്ക് എത്തിപ്പെടാൻ പറ്റണമെന്നില്ല. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. ആക്ച്വലി ആകാശിക് റെക്കോർഡ് എന്ന് പറയുമ്പോൾ അതൊരു ലൈബ്രറിയാണ്. ലൈബ്രറി ഇൻ ദ സെൻസ് വിസിബിൾ ലൈബ്രറി അല്ല, എനർജിക് വേൾഡിലുള്ള ഒരു ലൈബ്രറിയാണ്. ഇപ്പോൾ ലൈബ്രറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഞാൻ നോർമലി പറയുകയാണെങ്കിൽ ലൈബ്രറി എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള ബുക്സൊക്കെ എടുത്ത് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ഹാളിനെ പറയാം. അല്ലെങ്കിൽ അതാണ് നമുക്ക് ബുക്കുകളുടെ ഒരു ശേഖരം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഇഷ്ടമുള്ളത് എന്തും നമുക്ക് വായിച്ചെടുക്കാം. അറിവിൻ്റെ ഒരു ശേഖരങ്ങളുള്ള ഒരു സ്ഥലത്തെ നമുക്ക്, അത്രയും ബുക്സ് അടുക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തെ നമുക്ക് ലൈബ്രറി എന്ന് പറയാം. ഇന്ന് പലതരം ലൈബ്രറീസ് ഉണ്ട്. ഞാൻ കോമൺ ആയിട്ട് പെട്ടെന്ന് ഒരാൾ ക്യാച്ച് ചെയ്യുന്ന ഒരു ലൈബ്രറിയെ കുറിച്ചാണ് പറയുന്നത്. സോ പല റെക്കോർഡ്സ് ഉണ്ടാവും ആ ലൈബ്രറിയിൽ. അതേപോലെ എനർജി വേൾഡിലും ലൈബ്രറീസ് ഉണ്ട്. നമ്മുടെയൊക്കെ പാസ്റ്റ് ജന്മങ്ങളെക്കുറിച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈബ്രറിയാണ്. വിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതൊരു പ്രാക്ടീഷണർക്ക് വിസിബിൾ ആയിരിക്കും. ഒരു ലേമാനെ സംബന്ധിച്ച് അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതിൻ്റെ ഇൻഡെപ്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അത് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ സഞ്ചിത കർമ്മ അല്ലെങ്കിൽ പ്രാരാബ്ധ കർമ്മ, ഈ കർമ്മയുടെ ഒരു ദൂരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രയാസം അതിനെ ലഘൂകരിച്ച് അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ലൈബ്രറിയാണ് ആകാശിക് റെക്കോർഡ്. ഓക്കെ. അപ്പോൾ ഒരു എക്സ്പേർട്ടിന്, ഇപ്പോൾ സാധാരണ ഒരാൾ വരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോഴാണല്ലോ വരുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു ഡിബേറ്റ് വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പം ഞാൻ ഈ ഒരു ഇൻഡസ്ട്രി നിൽക്കുന്ന ആളായതുകൊണ്ട് സ്വാഭാവികമായിട്ട് എനിക്കതിന് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണപ്പെട്ട ഒരാൾ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ ലൈബ്രറി വിസിബിൾ ആണെന്ന് പറഞ്ഞില്ലേ, ഒരാൾ വരുന്ന സമയത്ത് അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും മോശപ്രവൃത്തികൾ ചെയ്തതുകൊണ്ടാണ് ഈ ജന്മത്തിൽ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇത് എങ്ങനെയാണ് വിസിബിൾ ആകുക? ഇത് എങ്ങനെയായിരിക്കും ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക? ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഒരു ന്യൂട്രലൈസേഷൻ പീരീഡ് എന്ന് പറയുന്ന സമയം ആയിരിക്കണം. അതായത് ഈ എല്ലാ മനുഷ്യർക്കും കുറേ നല്ല മനുഷ്യരായിരിക്കും, പക്ഷേ ഈ ജന്മത്തിൽ അവർ വളരെ ദുരിതം അനുഭവിക്കുന്നു. ഈ ദുരിതം അനുഭവിക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിലേക്ക് അടുക്കാനുള്ളൊരു സമയമാണ്. ആ ദുരിതം അനുഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെല്ലാവരും അമ്പലത്തിലും പള്ളിയിലും മസ്ജിദിലും എല്ലായിടത്തും പോവുകയും പറ്റാവുന്നത്ര കാര്യങ്ങൾ ചെയ്യുകയും, ഇപ്പം ശരിക്കും ഞാനിപ്പോൾ കണ്ടിട്ടുള്ളത് പക്കാ നോൺ വെജ് ആയിരുന്ന ആളുകൾ വെജിറ്റേറിയനിലേക്ക് മാറുകയും, അങ്ങനെ അവർ അത്രയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റാൻ വേണ്ടി അവരെ കൊണ്ട് പറ്റുന്നത്രയും ചെയ്യുന്ന ഒരു സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണല്ലോ നമ്മളെല്ലാം ഈ പ്രാർത്ഥനകൾ കൊടുക്കുന്നത്. ഓക്കെ, ഈ ആൾ അനുഭവിച്ചത് ഇത്ര മതി, ഇനി ഇതിൻ്റെ റിയലൈസേഷൻ കൊടുക്കാമെന്ന് അവിടുന്ന് ഒരു തീരുമാനം വരുന്ന സമയത്താണ് നമുക്ക് ഈ ന്യൂട്രലൈസേഷൻ പീരീഡ് എന്ന് പറയാം. 18 വർഷമായി അനുഭവിക്കേണ്ട ഒരു കാര്യമായിരിക്കാം 4 വർഷം കൊണ്ട് അവനെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബിയോണ്ട് ഹാൻഡ്സ് ആയിട്ട് പോവുകയാണ്. ആ ഒരു സമയത്താണ് അവർ നമ്മളെ ഡെസ്റ്റിൻഡായി വന്ന് സമീപിക്കുന്നത്. അങ്ങനെ വരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അവരുടെ ആകാശിക് റെക്കോർഡിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് വിസിബിളായിട്ട് വരികയും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ലാസ്റ്റ് വീക്ക് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്കിൻ ഡിസീസായിട്ടാണ് ഒരാൾ വന്നത്. സ്കിൻ ഡിസീസായിട്ട് വന്നു, അവരിനി ചെയ്യാൻ മരുന്നുകളൊന്നുമില്ല. അത് ഇംഗ്ലീഷ് മരുന്നിൽ പോകുന്നു, അലോപ്പതി, ആയുർവേദം, ഹോമിയോ, നാച്ചുറോപ്പതി, ഇങ്ങനെ അവർക്കറിയാവുന്ന തരത്തിലുള്ള എല്ലാ മെഡിസിൻസും അവർ പരീക്ഷിക്കുന്നു.
എന്നിട്ട് ഒരു കുറവും കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് കാലം നേർച്ചയും വഴിപാടൊക്കെ ചെയ്യുമ്പം കുറച്ച് കുറയും. പിന്നീട് സ്വാഭാവികമായിട്ടും അവർ അത് കണ്ടിന്യൂവേഷൻ പോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ഒരു പ്രാവശ്യം ഒരു വഴിപാട് ചെയ്തു, അത് അടുത്ത പ്രാവശ്യം ചെയ്യണം എന്നുള്ള അഡ്വൈസ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്നില്ല. പിന്നീട് ഇങ്ങനെ അതൊക്കെ സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ആൾ പോകുന്നത്. അത്യാവശ്യം നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്, പക്ഷേ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് നമ്മളുടെ അടുത്ത് എത്തുന്നത്. ഒരു ഡിപ്രഷൻ മോഡിലാണ് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആകാശിക് റെക്കോർഡിൽ കയറുന്ന സമയത്ത് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഒരു നല്ലൊരു അമ്പലത്തിലെ നല്ലൊരു പൂജാരിയായിരുന്നു ഒരു ജന്മത്തിൽ. റിയലി അത് അമേസിങ് എന്ന് പറയാം. അത് അത്രയും നല്ല രീതിയിൽ പൂജകനായിരുന്ന ആൾക്ക് ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും എവിടെ നിന്നോ ഒരു അഹത്തിൻ്റെ ഒരു കണിക വരികയും, ഞാൻ പൂജ ചെയ്യുന്ന ആളാണ്, ഞാൻ എന്തും ചെയ്താൽ എനിക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു അഹങ്കാരം എപ്പോഴോ മുട്ടിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് ആൾ സന്മന്ത്രവാദത്തിൽ നിന്നും ദുർമന്ത്രവാദത്തിൻ്റെ പാതയിലേക്ക് മാറുന്നു. ആ മാറുന്ന സമയങ്ങളിൽ നാഗദോഷത്തിന് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇദ്ദേഹം എനിക്കെന്തും ചെയ്യാം എന്നുള്ളൊരു സ്റ്റേജിലെത്തി. ആ ഒരു ഗർവോടുകൂടി വയസ്സായി ആൾ എക്സ്പയർ ആവുന്നത് കാണിക്കുന്നു. പിന്നീട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ജന്മമാണ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ സ്കിൻ ഡിസീസിൻ്റെ റീസൺ ചോദിച്ചിട്ടാണ് കയറുന്നത്. അപ്പം നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് മാത്രമേ നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ജന്മത്തിൽ ആൾ വളരെ ഒരു എല്ലാത്തിനും ഒരു നിരീശ്വരവാദിയായിട്ടാണ് കാണുന്നത്. കാവും അമ്പലങ്ങൾ അങ്ങനെ എന്തുണ്ടെങ്കിലും അതിനെയൊക്കെ നശിപ്പിക്കാനും അതിനെയൊക്കെ നിഷേധം കാണിക്കാനുമുള്ളൊരു ക്യാരക്ടറായിട്ട് മാറുകയും അതിനെയൊക്കെ നശിപ്പിക്കുന്നതുമായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ സ്കിൻ ഡിസീസ് ആ ഒരു നാഗദോഷത്തിൻ്റെ ഭാഗമായിട്ട് വന്നത് തന്നെയാണ്. അതിനുശേഷമുള്ള വഴിപാടുകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് അവർ എന്താ പറയുക മൈൻഡിനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം അപ്പോൾ ആ 2 ലൈഫാണ് ആ ഒരു വ്യക്തിയെക്കുറിച്ച് കാണാൻ സാധിച്ചത്. അപ്പോൾ ആ 2 ലൈഫിലും ഉണ്ടായ കാര്യങ്ങളെന്ന് പറയുന്നത്, ഒരെണ്ണത്തിൽ ആ ഒരു എന്താ പറയുക ഞാൻ എല്ലാമാണെന്ന ഗർവോടുകൂടി ഈ ലോകത്തു നിന്നും മാറുന്ന ആ സോളിന് അടുത്ത ഒരു ജന്മമായപ്പം അതിൻ്റെ പ്രഭാവത്തിലായിരിക്കാം ഞാൻ എല്ലാമാണ്, പിന്നെ എനിക്ക് എന്തിന് ഈശ്വരവിശ്വാസം എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടാവുന്നത്. സോ അതിൻ്റെ ഇമ്പാക്റ്റാണ് ഈ ഒരു ജന്മത്തിൽ ഇങ്ങനെയൊരു ഈ ഒരു ജന്മത്തിൽ സ്വാഭാവികമായിട്ടും സെൽഫ് റിയലൈസേഷൻ എന്ന പാത്തിലേക്ക് ഡെഫിനറ്റ്ലി അദ്ദേഹം വരും. അതെ. അപ്പോൾ ഇതെല്ലാം ഇപ്പം ഇതെങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ കാര്യങ്ങൾ ഓരോന്നും പറയുമ്പോൾ ഇദ്ദേഹം പലപ്പോഴായിട്ട് സ്വപ്നത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ഗ്ലിച്ചായിട്ടോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുത്തൊക്കെ പോയ സമയത്ത് കവടി നിരത്തിയപ്പോൾ കണ്ടതായിട്ടോ ജാതകത്തിൻ്റെ വിശകലനത്തിലൂടെയൊക്കെ കുറേശ്ശെ ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊക്കെ അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതെല്ലാം കണക്റ്റഡ് ആണ്, ഓൾ കണക്റ്റഡ് എന്നുള്ളത് അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഞാൻ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഇദ്ദേഹം ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മളിത് ഓരോന്നും റിസൈറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് അവർക്ക് റെമഡിയൽ മെഷേഴ്സ് വേണ്ടേ? അത് ഈ ആകാശിക് റെക്കോർഡ്സിന് അത് റെമഡിയൽ മെഷേഴ്സ് പോസിബിൾ ആണോ? യെസ്, ഓഫ് കോഴ്സ്. ഏത് രീതിയിലാണ് നമ്മൾ റെമഡീസ് പറയുമ്പോൾ ഒരു 21 ഡേയ്സിന്റെ പ്രയേഴ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാക്സിമം എല്ലാവരോടും അഡ്വൈസ് ചെയ്യും കഴിയുന്നതും 21 ഡേയ്സ് പക്ക വെജിറ്റേറിയൻ ആവാൻ പറയാറുണ്ട്. പിന്നെ കഴിയുമെങ്കിൽ പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ അതിനുള്ള പ്രയേഴ്സും റെമഡീസ് ആയിട്ട് ഇതെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അഡ്വൈസ് ചെയ്ത് കൊടുക്കാറില്ല. കാരണം ഒന്നാമത് എല്ലാം കഴിഞ്ഞ അവസാന നിമിഷമായിരിക്കാം ഒരു പക്ഷേ നമ്മളുടെ അടുത്ത് എത്തുന്നത്. അപ്പം അവരൊക്കെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഈ ഓൾമോസ്റ്റ് എല്ലായിടത്തും പോയിട്ട് ലാസ്റ്റ് എത്തിപ്പെടേണ്ട സ്ഥലത്ത് ഡിസർവ് ചെയ്തിട്ടുള്ള ആൾ പൂർണ്ണമായിട്ട് എത്തിപ്പെടും. അതായത് ഒരു ദൈവാധീനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ വരാൻ സാധിക്കുള്ളൂ. പല ആളുകളും കോണ്ടാക്ട് ചെയ്യുമ്പം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാറില്ല എന്ന് പറയാറുണ്ട്. അത് ഞാൻ പിന്നീട് അവരെ കാണുമ്പോൾ പറയും, അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഡെസ്റ്റിൻഡ് ആവണം, ന്യൂട്രലൈസേഷൻ പീരീഡ് ആവണം. എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ആകാശിക് റെക്കോർഡിലേക്ക് കയറാൻ പറ്റാതെ വിഷമിക്കുന്നത് ഒരു പക്ഷേ ഹയർ ബീയിങ്സിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പം ആ ഒരു സമയമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെങ്ങനെയാണേലും എത്തും.
ഓക്കെ. ഈ ആകാശിക് റെക്കോർഡ്സ് സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് എൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതാണ്. എല്ലാവരുടെയും ഏറ്റവും വലിയ ക്യൂരിയോസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എങ്ങനെ ഫ്യൂച്ചർ പ്രഡിക്ഷൻസ് കൊടുക്കാൻ പറ്റും? ഫ്യൂച്ചറും കാണാൻ പറ്റും, പ്രസന്റും കാണാൻ ഈ പറ്റും. ഫ്യൂച്ചർ ലൈബ്രറി എന്നൊരു വിഭാഗം ഉണ്ടോ അതോ? യെസ്, ഓഫ് കോഴ്സ്. നമുക്ക് പാസ്റ്റ് ഉണ്ടെങ്കിൽ പ്രസന്റും ഉണ്ട്, ഫ്യൂച്ചറും ഉണ്ട്, അല്ലേ? നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് ഇപ്പോൾ ഒരാൾ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ആൾ വന്നിട്ട് എന്നോട് പറയുന്നത്, എനിക്ക് കുറേ മൊഡാലിറ്റീസിൽ പോയി കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കതിലേക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അവസാനത്തെ ഇതെന്ന് പറഞ്ഞിട്ട് ആകാശിക് റെക്കോർഡിൽ കിട്ടുമോ ഒരു പരീക്ഷണം എന്ന നിലയിൽ. അപ്പം ഞാൻ അങ്ങനെയല്ല, ആകാശിക് റെക്കോർഡിൽ നിങ്ങൾ പാസ്സാവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് കാണിച്ചിരിക്കും. നിങ്ങൾ ഫെയിൽ ആവുന്നാണെങ്കിൽ അത് തന്നെയായിരിക്കും അതിൻ്റെ റിസൾട്ട്. അൺഫോർച്ചുനേറ്റ്ലി ആ എക്സാം ആൾ പാസ്സാവില്ല എന്ന് തന്നെയായിരുന്നു കാണിച്ചത്. സോ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോൾ ആളോട് പറഞ്ഞു, കുറച്ചുകൂടി ട്രൈ ആവശ്യമാണ്, കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങളുടെ ഹാർഡ് വർക്കിൽ എവിടെയോ ഒരു ശകലം വീഴ്ച പറ്റിയിട്ടുണ്ട്, കുറച്ചുകൂടി ഇൻഡെപ്തിൽ നിങ്ങൾ ട്രൈ ചെയ്യൂ. ഈ തവണ നിങ്ങൾ തോൽക്കും, പക്ഷേ കമ്മിങ് സ്റ്റേജിൽ നിങ്ങൾ പാസ്സാവും. അതേപോലെ തന്നെ ആ തവണത്തെ എക്സാമിൽ ആൾ ഫെയിലായി, പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നതിൽ ആൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിത് ചില സമയത്ത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും നമ്മളത് പറഞ്ഞേ പറ്റൂ, എന്നാലേ അവർക്കും കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ആകാശിക് റെക്കോർഡ്സ് പൂർണ്ണമായിട്ടും അവരുടെ പാസ്റ്റ് ലൈഫ് ഡിഗ് ചെയ്യാനും പാസ്റ്റ് ലൈഫ് ഡിഗ് ചെയ്തതിന് ശേഷമുള്ള ഒരു പ്രോപ്പർ റെമഡിയൽ മെഷേഴ്സ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും കഴിയട്ടെ. അതിലുപരി പ്രസൻറ്റ് എന്താണെന്ന് വളരെ ക്ലാരിറ്റിയോട് മുന്നോട്ട് പോവുകയും ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻസിനെ നല്ലൊരു പാത്തിലേക്ക് നയിക്കാനും ആകാശിക് റെക്കോർഡ്സ് ഭാഗ്യമുള്ളവർക്ക് കഴിയട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.